ഇന്നേ ഞാൻ നട്ടുപിടിപ്പിച്ച 2 അഗത്തിമരവും കാറ്റിനും മഴയത്തും ചെരിഞ്ഞു. ഇനി അത് വെട്ടി കുറച്ച് ഇല എടുക്കാം. ഔഷധ സസ്യങ്ങളിൽ വളരെയധികം ഔഷധ ഗുണമുള്ള അഗത്തിയെക്കുറിച്ച് അറിയാം. ഇത് വെള്ള അഗസ്തിയാണ്, ഹമ്മിങ് ബേർഡ് ട്രീ. ഇത് വെളുത്ത അഗത്തിയുടെ പൂവ്. അതിൻ്റെ ആകൃതി കണ്ടോ? ഇഷ്ടം പോലെ വീണ് കിടപ്പുണ്ട്. കായയും പൂവും. ഇതിൻ്റെ പച്ചത്തടി തീയിൽ കത്തും. ഇതിൻ്റെ മരത്തൊലിയും പൂവും കായും ഇലയും എല്ലാം ഔഷധയോഗ്യമാണ്. വിത്ത് നട്ട് തൈ ഉണ്ടാക്കാം. എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേക കാലാവസ്ഥയൊന്നുമില്ലാതെ ഈ ചെടി വളരും. 6 മീറ്ററോളം നീളമുണ്ട് അഗത്തി മരത്തിന്. ഇത് നമുക്ക് വെട്ടി നിർത്താം. അഗത്തിയില തോരൻ വെച്ച് കഴിച്ചാൽ വിളർച്ച മാറും. കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അഗത്തിയില നെയ്യിൽ വറുത്തെടുത്ത് ദിവസേന 2 നേരം കഴിച്ചാൽ നിശാന്തത ഭേദപ്പെടും എന്ന് പറയുന്നു. ഇലകൾ നന്നായി വേവിച്ച ശേഷം ഉപയോഗിക്കുക. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞതിനാൽ അണുകോശനാശം തടയാൻ സഹായിക്കുന്നുണ്ട്. ഇല കഴുകി അരിഞ്ഞ് എണ്ണയൊഴിച്ച് പാനിലിട്ട് വാട്ടി അതിലേക്ക് നാളികേരവും ചീനമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചതും ഉണക്കമുളകും കൂട്ടി ചതച്ചിട്ട് അഗത്തി ഇലത്തോരൻ റെഡിയായി. ഇനി നമുക്കിതിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവാം. വെറും അഗത്തിപ്പൂ മാത്രം വെച്ചും ഇതുപോലെ കറികളിലിടാം, തോരൻ ഉണ്ടാക്കാം. ചുവന്ന അഗത്തിപ്പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഗുണമേറിയതും രുചിയുള്ളതുമാണ്.